നടിയുടെ ഫേസ്ബുക്കിൽ ആ ചിത്രങ്ങൾ ഇപ്പോഴും നടി തന്നെ ആ ചിത്രങ്ങൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന വാദം കൂടി ഉയർത്തുന്നു. ഇപ്പോഴും നടിയുടെ ഫേസ്ബുക്കിൽ ഈ ദൃശ്യങ്ങളും ഫോട്ടോകളും കാണാം എന്നുകൂടിയാണ് പ്രതിഭാഗം പറയുന്നത്. ഫേസ്ബുക്കിന്റെ ലിങ്കും കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയിരിക്കുന്നു. സമൂഹ മധ്യത്തിലുള്ള തെളിവുകൾ തന്നെ പ്രതിഭാഗം ഒരു വാദമായി ഉന്നയിക്കുമ്പോൾ സമൂഹ മധ്യത്തിൽ തന്നെയുള്ള മോശം പ്രതികരണങ്ങൾ, ബോബി ചെമ്മണ്ണൂരിന്റെ മോശം പ്രതികരണങ്ങളും കോടതിക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഹണി റോസിന്റെ ഫേസ്ബുക്ക് ലിങ്കാണ് കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയിരിക്കുന്നത്. തിരിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ന ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വരുന്നത് എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടി വരും കോടതിക്ക്. ഏതായാലും തങ്ങൾ ഹാജരാക്കാം എന്ന് പറഞ്ഞ ഉദ്ഘാടന പരിപാടിയുടെ ദൃശ്യം ഹാജരാക്കേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഹണി റോസിന് നേരത്തെ ഇല്ലാതിരുന്ന പരാതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ എത്തിയിരിക്കുന്നത്. ഹണി റോസിന്റെ ഫേസ്ബുക്ക് ലിങ്ക് കോടതിയിൽ ഹാജരാക്കുന്നു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ആ ദൃശ്യങ്ങൾ സന്തോഷത്തോടെ ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ടല്ലോ എന്നതാണ് ഒരു പ്രധാന തെളിവായി ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നത്. അന്ന് ഷെയർ ചെയ്ത ചിത്രങ്ങൾ ഏത് ഘട്ടത്തിലാണ് തനിക്കെതിരായ പരാമർശമാണ് എന്ന് നടിക്ക് തോന്നിയത് എന്ന ചോദ്യമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി ഹൈലി പെയ്ഡ് ഗസ്റ്റിനെ താൻ വിളിക്കാറുണ്ട് എന്ന് പറയുന്നു. ഇതിനു മുമ്പും ഹണി റോസിനെ താൻ അതിഥിയായി വിളിച്ചിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പരിപാടിയിൽ മാത്രമേ താൻ പങ്കെടുത്തിട്ടുള്ളൂ എന്നും പിന്നീട് താൻ പോയ ഒരു പരിപാടിയിൽ ഗസ്റ്റായി അവിടെ അയാൾ എത്തുകയായിരുന്നു എന്നുമാണ് ഹണി റോസ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതിഥിയായി മുൻപും താൻ ഹണി റോസിനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ വാദിക്കുന്നത്. ഹണി റോസിന്റെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള പരാതി എന്ന് സ്ഥാപിക്കാനുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ നിരത്തുന്നത്. പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത്. താൻ ഹണി റോസിനെ കയറി പിടിച്ചിട്ടില്ല, കൈ കാണിച്ചു, കൈ പിടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ പിന്നീട് ആ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ ഹണി റോസ് തന്നെ ഷെയർ ചെയ്യില്ലല്ലോ എന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. താൻ സ്ഥിരമായി ഇത്തരത്തിൽ താരങ്ങളെ ഉദ്ഘാടന പരിപാടിക്ക് ക്ഷണിക്കാറുണ്ട്. നേരത്തെയും ഹണി റോസിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഹണി റോസ് തന്നെ താനുമൊത്തുള്ള ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നു. അപ്പോഴില്ലാത്ത പരാതി എങ്ങനെ ഇപ്പോൾ വന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്നത്. നടിയുടെ ഫേസ്ബുക്ക് ലിങ്കും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു പ്രതിഭാഗം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്ന വാദങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന വ്യവസായിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വാദമാണ് ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. സൈഫിനിസ അലിയാൻ വിവരങ്ങളുമാണ്. സൈഫിനിസ, ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ് കോടതിയിൽ പുരോഗമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. തനിക്ക് ഹണി റോസിന് തന്നോടോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുന്ന വാദമുഖങ്ങൾ പുരോഗമിക്കുകയാണല്ലോ അല്ലേ? തീർച്ചയായും ഈ പരിപാടി നടന്ന, അതായത് ഈ കേസിന് ആസ്പദമായ പരിപാടി, ഉദ്ഘാടന പരിപാടി നടന്ന അന്നേ ദിവസത്തെ കാര്യങ്ങൾ മുതൽ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രതിഭാഗം ഈ കേസിനെ പ്രതിരോധിക്കുന്നത്. അതായത് അന്ന് ഈ പരിപാടിയിൽ താൻ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്ന് ആരോപിക്കുന്ന പരിപാടിയിൽ വെച്ച് തൻ്റെ ഭാഗത്ത് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ചിരിച്ചു നിൽക്കുന്ന ഹണി റോസാണ് ഉള്ളത്. അത് ദൃശ്യങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ്, കോടതിക്ക് മുൻപിൽ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ നൽകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അത് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു.
തുടർന്ന് ജഡ്ജും പറയുന്നു ഇപ്പോൾ കാണേണ്ട കാര്യമില്ല എന്ന് ജഡ്ജും പറയുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂർ തന്നെ ഒരു മാർക്കറ്റിംഗ് പരിപാടിക്ക് വേണ്ടിയാണ് ഹണി റോസിനെ ക്ഷണിച്ചത്. ഹണി റോസിൻ്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല, കൈ കാണിക്കുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ തൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. താൻ ഒരു പ്രമുഖ വ്യവസായിയാണ്, കേരളത്തിലും വിദേശത്തും അടക്കമെല്ലാം തന്നെ ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായിയാണ്. 30 മണിക്കൂറിലേറെയായി താൻ പോലീസ് കസ്റ്റഡിയിലാണ്, തന്റെ കക്ഷി പോലീസ് കസ്റ്റഡിയിലാണ് എന്ന വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്നത്.